ആയി എത്രമാത്രം ഹാപ്പിയാണ് ഇങ്ങനെ ഐ മീൻ ഇത് ബിൽഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന മീൻ ഓബ്വിയസ്ലി ഞാൻ ഭയങ്കര ഹാപ്പി അല്ലേ. അതായത് ഇപ്പം ഓവർ ദ ടൈം ഓഫ് ഇയേഴ്സ് ഇറ്റ് ഇസ് പ്രൂവൻ ദാറ്റ് ഒന്നിക്കേണ്ടിയിരുന്ന ആൾക്കാർ ഞങ്ങളല്ല ഓക്കെ എന്നുള്ളത് ഇപ്പൊ പ്രൂവ് ആയില്ലേ. ബിക്കോസ് അദ്ദേഹം കല്യാണം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സ്പേസിലാണ്. അവർ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുന്നു. ശരിയാണ്, ഞങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ബോണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്, ഖുഷി. അത് ദൈവം തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കരുതുന്നുള്ളൂ ഞങ്ങളുടെ ലൈഫിൽ. വലിയൊരു ഗിഫ്റ്റ്, കഴിഞ്ഞ ജന്മത്തിലൊക്കെ ചെയ്ത എന്തോ പുണ്യത്തിന് തന്ന ഗിഫ്റ്റാണ് മോള്. അല്ലാത്ത പക്ഷം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇൻഡിവിജ്വൽ സ്പേസസിൽ വളരെ ഹാപ്പിയാണ്. ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ തന്നെ പോകും. ഞങ്ങൾ അവളുടെ എല്ലാ ഡിസിഷൻസും മ്യൂച്വലി തന്നെയാണ് എടുക്കുന്നത് ഇപ്പോഴും. അതുപോലെ എനിക്ക് എന്തെങ്കിലും അവളുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം വിളിച്ച് പറയുന്ന ആളും അദ്ദേഹം തന്നെയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, ഒന്ന് സംസാരിച്ചോളൂ എന്ന് പറയുമ്പോൾ ഹി വിൽ ടോക്ക് ടു ഹെർ. ഐ തിങ്ക് ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഷുഡ് ബി. ഇറ്റ് ഷുഡ് വർക്ക്. യു ഷുഡ് ക്രിയേറ്റ് അങ്ങനത്തെ ഒരു സ്പേസ് നമ്മൾ മക്കൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇപ്പോൾ നമ്മൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് പോകാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മുടെ പ്രശ്നമാണ്, എൻ്റെയും അദ്ദേഹത്തിൻ്റെയും പ്രശ്നമാണ്, ഞങ്ങളുടെ തെറ്റുകളാണ്, ഞങ്ങളുടെ മിസ്റ്റേക്സ് ആണത്. അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞിനെ നമ്മൾ കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പം അവർക്ക് വേണ്ട ഹാപ്പി സ്പേസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട വളരെ സമാധാനപരമായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാ പാരൻസിൻ്റെയും ഉത്തരവാദിത്വമാണ്. അത് കോൺഷ്യസ്ലി ചെയ്തു കൊടുക്കുക. നിങ്ങൾക്കും അപ്പം മീൻ ആര്യയുടെ ചൈൽഡ്ഹുഡും വളരെ നല്ലതായിരുന്നു കൊണ്ടാണോ യു ബിലീവ് ദാറ്റ് യുവർ ചൈൽഡ്ഹുഡ് ഷുഡ് ബി കളർഫുൾ ബ്യൂട്ടിഫുൾ? അങ്ങനെ ഡെഫിനറ്റ്ലി. എനിക്ക് മുന്നിലുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ എൻ്റെ അച്ഛനും അമ്മയല്ലേ. അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിച്ച ഒരു കപ്പിളാണ് എൻ്റെ അച്ഛനും അമ്മയും. അവർ വഴക്കൊക്കെ ഇടാറുണ്ടായിരുന്നു, അടിപൊളിയായിട്ട് വഴക്കൊക്കെ ഇടാറുണ്ട്. പക്ഷെ അത് അവർ തന്നെ സോൾവ് ചെയ്യും. കൂടിപ്പോയ 1-2 ദിവസം മിണ്ടാണ്ടിരിക്കും, 3-ാമത്തെ ദിവസം രണ്ടുപേരും വീണ്ടും ചക്കരയടയാണ്. അവർ ബേസിക്കലി ടോം ആൻഡ് ജെറി ആയിരുന്നു, ആസ് ഫാർ ആസ് ഐ റിമെമ്പർ. രണ്ടുപേരും ടോം ആൻഡ് ജെറി ആണ്. പക്ഷെ എന്നാൽ ഈ പറഞ്ഞ പോലെ ടോമിനും ജെറിക്കും രണ്ടുപേരും ഇല്ലാതെ അവർക്കൊരു ലൈഫിൽ അവർക്കൊരു സ്റ്റോറി ഇല്ല അല്ലേ. ടോം ഇല്ലാണ്ട് നമുക്ക് ജെറിയെ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, ജെറി ഇല്ലാണ്ട് ടോമിനെ ഇതേ സിറ്റുവേഷൻ തന്നെയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. സോ അതൊക്കെ കണ്ട് വളർന്നുകൊണ്ടായിരിക്കാം യുനോ എനിക്ക് കുഞ്ഞിനെ നമ്മൾ ഒരു മക്കളും അച്ഛനമ്മ കാരണം ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ടിൽ ഏർപ്പെടരുതെന്ന് എൻ്റെ ആഗ്രഹമാണത്. പിന്നെ എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്കത് വാശിയായിരുന്നു. അങ്ങനെ കുഞ്ഞൊരിക്കലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരരുത് എന്നുള്ളത്. വന്നിട്ടില്ല, വരുത്തിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും വെഞ്ചറിങ് ഇൻ ടു ബിസിനസ് അത് വേറെ തന്നെ ഒരു പരിപാടിയല്ലേ. ഇങ്ങ് പൈസ വരുന്നു, ടാലി ആക്കണം എക്സ്പെൻഡിച്ചർ, അത് നമ്മൾ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കണം, കംപ്ലൈൻറ്റ്സ് വരാൻ പാടില്ല, അങ്ങനെ കുറേ ഏരിയ ഉണ്ട്. അത് ആർട്ടിസ്റ്റിക് സ്പേസ് എന്നല്ലാതെ നമ്മൾ കൊമേഴ്ഷ്യൽ ആയിട്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു ഏരിയ ആണ് അവിടെ നിൽക്കുന്നത്. ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ആര്യയുടെ പേഴ്സണൽ സ്പേസും അത്ര ഓക്കെ ഒന്നല്ല. ഐ മീൻ കുറേ പ്രശ്നങ്ങൾ, പറഞ്ഞ പോലെ സൈബർ ബുള്ളിങ്, ഇത് എങ്ങനെ ബാലൻസ് ചെയ്ത് തരുന്നത്? ബാലൻസ് ചെയ്തെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സൈബർ ബുള്ളിങ് ഒക്കെ ഈ പറഞ്ഞ പോലെ തുടക്കകാലത്ത് ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് നമ്മൾ അത് റിയലൈസ് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് പിന്നീട്. കാരണം നമുക്ക് അവിടെ വേറെ ഓപ്ഷൻ ഇല്ല അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ. ഇപ്പോൾ ബുള്ളി ചെയ്യുന്ന ആൾക്കാരോട് 100 പേര് നമ്മളെ സൈബർ ബുള്ളിങ് ചെയ്യുന്നു, ഈ 100 പേരോടും നമുക്കിരുന്ന് പറയാൻ പറ്റില്ല നമ്മുടെ സൈഡ് ഓഫ് ദ സ്റ്റോറി. ആൻഡ് ഈ 100 പേരും നമ്മളിങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദേ ഡോണ്ട് വാണ്ട് ടു ഹിയർ അവർ സൈഡ് ഓഫ് ദ സ്റ്റോറി. അവരെന്ത് കേട്ടോ അതിൽ അവർ ഓക്കെ ആണ്, അതുകൊണ്ടാണ് നമ്മളെ അവർ ജഡ്ജ് ചെയ്യുന്നത്. അവർക്ക് നമ്മുടെ സൈഡ് എന്താണ് കേൾക്കണം എന്ന് ആഗ്രഹമില്ല. അങ്ങനെയുള്ളവരോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, എടി പോടി മറ്റേ ഡാഷ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു പോസ്റ്റിന് താഴെ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്ത ആണോ ശരി, ഓക്കെ, സന്തോഷം, ഇത്രേ ഉള്ളൂ. നിങ്ങളത് വായിക്കുന്നു, അത് വായിച്ചിട്ട് യു ഗോ ബാക്ക് ഇൻ ടു ദ ഐഡിയേഷൻ. അതായത് ഇന്ന ഡിസൈൻ വന്നിട്ടുണ്ട്, ഇന്ന കളർ ഇത് നമ്മളെ വിഷമിപ്പിക്കുന്നില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ പറഞ്ഞാൽ അത് കള്ളത്തരമായി. വിഷമിപ്പിക്കാറുണ്ട് ഭയങ്കരമായിട്ട്. ഇപ്പൊ ഈ ഗെറ്റ് റെഡി വിത്ത് മീയുടെ ഒക്കെ കാണുമ്പോഴല്ലേ, ഈ ഗെറ്റ് റെഡി വിത്ത് മീയിൽ എന്തുള്ളത്, രാവിലെ എണീറ്റ് മറ്റേ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങി ഒരു പരിപാടിക്ക് ഇതിന്റെ താഴെ വന്നിട്ട് ഒരാള് ഇന്നലെ ഇട്ട ഗെറ്റ് റെഡി വിത്ത് മീയുടെ താഴെ ഒരാള് ഒരു കാര്യമില്ലാണ്ട് ഫേക്ക് അക്കൗണ്ടാ, ശവം കമന്റാ.
ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു, ഈശ്വരാ ഇത് എന്തിനാണ് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു കമൻറ്റ്, എന്തിനാണ്? അപ്പൊ എന്തോ അവർക്ക് എന്തോ ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ ചിരിക്കുക ചെയ്യണത്. ഇത് തന്നെ ഒരു 4-5 വർഷം മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇരുന്ന് കരയുണ്ടാവും. എന്തിനാ അയാൾ എന്നെ ശവം എന്ന് വിളിച്ചെന്ന് വെച്ചിട്ട് ആ ഒരു ഫേസ് എനിക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഇരുന്നിട്ട് ചിരിക്കുക, ശവം കൊള്ളാലോ, നന്നായിട്ടുണ്ട്, എന്ത് കാര്യത്തിനാണോ ഇയാൾ എന്നെ ശവം എന്ന് വിളിച്ചത്? ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കാനേ എനിക്ക് തോന്നുള്ളൂ. സോ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു യുനോ ആസ് ഐ സെഡ്, ഇത് നമ്മൾ യൂസ്ഡായി. പിന്നെ കാലം പോകുന്തോറും നമുക്ക് മെച്യൂരിറ്റി വരുമല്ലോ. അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് മനസ്സിലായി ഇതിലിനിപ്പോൾ ഒന്നും ചെയ്യാനില്ല, അക്സെപ്റ്റ് ചെയ്യുള്ളൂ. കമൻറ്റ് വായിക്കുന്ന കുഴപ്പമില്ല. അടുത്തത് അതാ എൻ്റെ കോമഡി. ഇപ്പം എൻ്റെ ബിസിനസ് ഞാൻ 80% ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന എൻ്റെ ഫോണിലാണ്, ഇൻസ്റ്റഗ്രാമിലാണ്. അപ്പം എൻ്റെ ഫോണിൽ 2 ഇൻസ്റ്റ സൈൻഡ് ആണ്. എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റയുണ്ട്, എൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റയുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റയിലും ഞാൻ തന്നെയാണ് കയറി കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ കമൻറ്റ് വായിച്ചിട്ടായിരിക്കും ഓക്കെ സൂപ്പർ എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് അപ്പുറത്ത് ക്ലിക്ക് ചെയ്യുന്നു, മറ്റേ പ്രൊഫൈലിൽ പോകുന്നു, കസ്റ്റമർക്ക് റിപ്ലൈ കൊടുക്കുന്നു. എന്നെ ബാധിക്കുന്നില്ല സത്യം. ഞാൻ അതാ പറഞ്ഞത്, ഒരു മരവിപ്പാണ് ഇപ്പൊ ഇതൊക്കെ വായിച്ചു കഴിയുമ്പോഴേ. ഇറ്റ്സ് ഓക്കെ. ഐ മീൻ അവർ അത് എന്നെ അങ്ങനെ 2 പറയുന്നുണ്ട്, അവർക്ക് ഇന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഉറങ്ങിക്കോട്ടെ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ അപ്പോൾ തന്നെ അപ്പുറത്ത് പോയി ഒരു 2 സാരി വെക്കുമ്പോൾ എനിക്ക് മനസ്സമാധാനം. ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഹാൻഡിൽ ചെയ്ത്. ദിസ് ഇസ് ഹൗ ഐ ബാലൻസ്. ഇവിടെ ഒരു നെഗറ്റീവ് കമൻറ്റ് അപ്പം തന്നെ അപ്പുറത്ത് കയറിയിട്ട് ഒരു 2 ഓർഡർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനം, ഓക്കെ തൃപ്തി. ഇപ്പം ആരുടെ വർക്ക് ചെയ്യുന്ന കുറച്ചുകൂടി യങ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പരിചയമുള്ള യങ് ആയിട്ടുള്ള ഉണ്ടാവുമല്ലോ. അപ്പം അവര് വെൻ ദ സ്പീക്ക് അബൌട്ട് ലവ്, മാരേജ്, അതൊക്കെ ആരുടെ അടുത്തൊരു ഒപ്പീനിയൻ ചോദിക്കുന്ന ഒരാളുണ്ടെന്ന് വിചാരിച്ചോ. അപ്പം അവരെയൊക്കെ ഒരു 10 വയസ്സ് താഴെയുള്ള ഒരാൾ വന്നിട്ട് അങ്ങനെ ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ട്. വെച്ചപ്പോൾ ഞാൻ മാരി ചെയ്യാൻ പോവാണ്, ഞാൻ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണ് എന്നൊക്കെ വിചാരിക്കുക. അപ്പം ഇപ്പോൾ നമുക്ക് ആദ്യം മാരേജ് എടുക്കാം. സോ ഇപ്പം ഞാൻ മാരി ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ എന്തായിരിക്കും അവരോട് പറയുക? ടൈം എടുക്കണം എന്നാണോ പറയുക, അതോ ഇത് മാരേജ് ഇല്ലാണ്ട് നമുക്കിത് പോസിബിൾ ആണെന്നാണോ പറയുക? എന്താ കാര്യം പറയുക? ഇഫ് യു ആർ വെരി 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 ഷുവർ അബൌട്ട് ദിസ് പേഴ്സൺ, ഗോ അഹെഡ്. ഒന്നും നോക്കാനില്ല, ഗോ അഹെഡ്. പിന്നെ മാരേജ് ഒരിക്കലും 50-50 അല്ല. ഇറ്റ് ഈസ് നെവർ 50-50. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. മാരേജ് ഇസ് നെവർ 50-50. ഇറ്റ് ക്യാൻ ബി 80-20, can be 70-30, can be 60-40, it can be 90-10. ചിലപ്പം 90 ഞാനായിരിക്കും, 10 അദ്ദേഹമായിരിക്കും. വേറൊരു പോയിന്റിൽ ചിലപ്പം 10 ഞാനായിരിക്കും, 90 അദ്ദേഹമായിരിക്കും. ബേസിക്കലി മാരേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്പാനിയൻഷിപ്പാണ്. മനസ്സിലായോ? നമ്മൾ എന്ത് സിറ്റുവേഷനും ആയിക്കോട്ടെ, ആ സിറ്റുവേഷനിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 90 എന്ന് പറയുന്നത് അദ്ദേഹമാണെങ്കിൽ ആ ബാക്കി 10 ഇടാൻ ഞാൻ കേപ്പബിൾ ആയിരിക്കണം. അത് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും, ഇമോഷണലി ആണെങ്കിലും എന്തോ ആയിക്കോട്ടെ, ആ 90 എന്ന് പറയുന്നത് ഒരു ഭയങ്കര ആളുടെ ഒരു ബാഡ് ഡേ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു 10% നമ്മൾ കൊടുക്കുന്ന ഒരു സ്നേഹം, സന്തോഷം ഷുഡ് ക്ലിയർ, അത് ബാലൻസ് ആവും. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ബാലൻസ്, ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ആ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കമ്പാനിയനെ ആണോ നിങ്ങൾ ലൈഫിലേക്ക് കൂട്ടാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പ്ലീസ് ഗോ ഹെഡ്. ഒന്നും നോക്കാനില്ല. പിന്നെ എപ്പോഴും ഹാപ്പിനെസ് ആണ് കല്യാണം എന്ന് പറയുന്നത്, എല്ലാം ഭയങ്കര മറ്റേ ഫെയറി ടെയിലാണ് എന്നും വിചാരിക്കരുത്. ഇറ്റ്സ് എ റോളർ കോസ്റ്റർ. ആ റോളർ കോസ്റ്ററിൽ ഒരു സീറ്റ് ബെൽറ്റ് ഇട്ട് ടൈറ്റായിട്ട് അങ്ങിരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ലാസ്റ്റ് എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി, ഇത് കുറേയൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് ഫെയറി ടെയിൽ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ്, ലൈഫ് ഇസ് നോട്ട് ഓൾവേസ് ലൈക്ക് ഹൗ വി എക്സ്പെക്റ്റ് ഇറ്റ്. എപ്പോഴും നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് പോലെ കാര്യങ്ങൾ നടക്കണം എന്നില്ല, അല്ലേ? ഇപ്പം നാളെ എന്ന് പറയുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്ന് കിടന്നുറങ്ങുന്നത്. എന്തുറപ്പുള്ളത് നാളെ നമ്മൾ ഉറക്കം എണീക്കോ ഇല്ലയോ എന്ന്? ഈ ഉറക്കത്തിൽ നമ്മളങ്ങ് പോയാൽ എന്ത് ചെയ്യും? പക്ഷെ അങ്ങനെ അല്ലല്ലോ. അങ്ങനെ ചിന്തിച്ചിട്ടാണോ നമ്മൾ ആരെങ്കിലും ഉറങ്ങുന്നത്? അല്ല. നാളെ എണീറ്റ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടല്ലേ നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് പോലും. സോ അതാ ഞാൻ പറയുന്നത്. അപ്പോൾ ഹോപ്പോട് കൂടിയാണ് നമ്മൾ കിടക്കുന്നത്. പക്ഷേ നാളെ നമ്മൾ ഉറക്കം എണീക്കുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ആയിരിക്കുമോ നമ്മുടെ ദിവസം എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ കടന്നു വരാം, വിചാരിക്കാത്ത സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോവാം. അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ അയ്യോ ഇങ്ങനെയല്ല ഞാൻ വിചാരിച്ചിരുന്നത്, ഇത് എൻ്റെ ലൈഫിൽ ഇത് സംഭവിച്ച ഭയങ്കര മോശമായി പോയി, ഇത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഡിപ്രഷൻ അടിച്ചിരുന്നിട്ട് കാര്യമില്ല. മാറിയാം കാര്യങ്ങൾ.
ആ മാറി മറിയുന്നതിനെ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണം. ആക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് പുഷ് ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മളെ തന്നെ പുഷ് ചെയ്ത് മുന്നോട്ട് പോവുക. അതിനുള്ള എനർജി നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അത്രയും ചെയ്യാമെങ്കിൽ സെറ്റാണ്. ഓക്കെ.